നമസ്കാരം. ഫെബ്രുവരി മാസഫലത്തിൽ കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഈ ഒരു മാസം ഉയർച്ചയും താഴ്ചയും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല സാഹചര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങളുടെ ക്ഷമയില്ലാതെ എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പേരുദോഷം കേൾക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിസ്സാരമായി തീരാനുള്ള പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലോട്ട് പോകാൻ സാധ്യത, കൂടാതെ കുടുംബജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, നിസ്സാരമായ കാര്യങ്ങളെ സംസാരിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ ചില ജോലികൾ അത് പ്ലാൻ അനുസരിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിലും വളരെ കൂടുതൽ പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പ്ലാനുകൾക്ക് വിപരീതമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയും നഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ തുടക്കം മുതൽ തന്നെ പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് പരാജയം വരും എന്ന് കരുതിയിരിക്കുന്ന സമയത്തായിരിക്കും വിജയിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായ രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും. അത് കൂടുതലും വിദ്യാർത്ഥികൾക്കാണ് വിജയമുണ്ടാകാൻ സാധ്യത. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയമുണ്ടാകുന്നത് ഉറപ്പായിട്ട് കാണാൻ സാധിക്കും. ചിലവർക്ക് എത്ര പഠിച്ചാലും മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാകും. അതവർക്ക് പരീക്ഷയ്ക്ക് മാർക്ക്, എത്ര തന്നെ പഠിച്ചാലും മാർക്ക്. പക്ഷേ ഈ ഒരു സമയത്ത് വെറുതെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പഠിത്തത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. ജോലിഭാരം കൂടുതലായി കാണുന്ന ഒരു മാസമാണ്. വിദ്യാർത്ഥികളായാലും ശരി, ജോലി ചെയ്യുന്നവർക്കായാലും ശരി, ഈ കാലയളവിൽ നിങ്ങൾക്ക് അശ്രദ്ധ കൂടുതലായി ഉണ്ടാകുകയും അതിൽ മുഖാന്തരം ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ അഭിമാനക്കുറവ്, അതായത് ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ അത് നിങ്ങൾക്ക് തടസ്സങ്ങളും പരാജയങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് പണത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധ വളരെ കൂടുതലായി ഉണ്ടാകുക. അല്ലാത്ത പക്ഷം നിങ്ങളെ നിങ്ങളെ പറ്റിച്ചിട്ട് ധനം കൊണ്ടുപോകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ വിവേകത്തോടു കൂടി പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. മാസത്തിൻ്റെ മധ്യത്തിൽ, അതൊരു പകുതി ആകുമ്പോഴേക്കും പണത്തിൻ്റെ കാര്യത്തിലെല്ലാം നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുകയും വിജയിക്കുവാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന സമയം തന്നെയാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയോ ധാരാളം ധനം ചിലവാക്കുവാനുള്ള സാധ്യതയും ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നുണ്ട്. ഇതോടുകൂടി നിങ്ങളുടെ കുറഞ്ഞു പോയ ആ സാമ്പത്തികം കുറഞ്ഞു പോവുകയും മറ്റ് ആൾക്കാരെ സാമ്പത്തികത്തിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരും. അതായത് കുടുംബത്തിന് വേണ്ടി ധനം കൂടുതലായി ചിലവാക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ അതിനുവേണ്ടി ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു ഏകാന്തമായിട്ടുള്ള അന്തരീക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് ഒതുങ്ങി നിൽക്കുവാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഈ ഒരു മാസത്തിൽ അവർക്ക് ടെൻഷൻ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം, നിങ്ങൾക്ക് സന്തോഷം, ഇതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഷെയർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ സഹായത്തോടു കൂടി തന്നെ നമുക്കത് പരിഹരിക്കുവാനെല്ലാം സാധിക്കുക തന്നെ ചെയ്യും. അതായത് ഒരു
ചിരിയിലൂടെ എത്ര വലിയ ശത്രുവിനെ വേണമെങ്കിലും നമുക്ക് മിത്രമാക്കി എടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുവാൻ വരുന്നൊരു വ്യക്തിയായിരിക്കും, അയാളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനും ഭയവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചിരി മതി നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് സ്നേഹമുണ്ടാകാനും. അല്ലെങ്കിൽ നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അത് ഈ മാസം തന്നെ പണം വേണമെന്ന് ചോദിക്കാൻ വരുന്ന വ്യക്തി കുഴപ്പമില്ല, അടുത്ത മാസം തരാം എന്ന് പറയുകയും. നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അധ്യാപകരോടും മറ്റു കുട്ടികളോടും സ്നേഹത്തോടു കൂടിയും അതല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയും സംസാരിച്ച് നോക്കുക. ഒരുപാട് ബഹുമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായ രീതിയിൽ വർക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വഭാവത്തിൽ അത് പെട്ടെന്നുള്ള എടുത്തുചാട്ടം, ദേഷ്യം ഇതെല്ലാം മാറ്റിവെച്ച് സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. ഈ ഒരു മാസത്തിൽ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമി ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക, പുഷ്പാഞ്ജലി എടുക്കുക, ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ആറെണ്ണമായി. ആയുള്ളൂ. എത്ര മിനിറ്റായി?